പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തോട് പാവം മന്ത്രിക്കുന്നു. അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ ഇറുക്കപ്പെടുകയോ ഇല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു. അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു. തിന്മയെ അവൻ വെറുക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്ത മേഘങ്ങൾ വരെയും. കർത്താവെ, അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. കർത്താവെ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! അങ്ങിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! അങ്ങയിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ദൈവമേ, അവിടുത്തെ ദിവ്യപ്രകാശം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അവിടുത്തെ ദിവ്യ വെളിച്ചം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾ ദുഷ്ടരാണ്, പാപികളാണ്, ബലഹീനരാണ്, കുറവുകളും പോരായ്മകളുമുള്ളവരാണ്. കർത്താവേ, അങ്ങയുടെ കാരുണ്യം അതേസമയം ആകാശത്തോളം എത്തി നിൽക്കുന്നു, ഉയർന്നു നിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയാകട്ടെ മേഘങ്ങൾ കടന്നു വരുന്നതാകുന്നു. ആ കൃപയിൽ ഞങ്ങൾ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അഭിഷേകാഗ്നി ഞങ്ങളിൽ വന്ന് നിറയട്ടെ. നിൻ്റെ അഭിഷേക തൈലം ഞങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ നിറയട്ടെ. നിൻ്റെ ജീവാഗ്നി ഞങ്ങൾക്ക് ദിവ്യപ്രകാശം പകർന്നു തരട്ടെ. ദൈവമേ, അവിടുത്തെ കരവലയത്തിൽ ഞങ്ങളെ ചേർത്ത് വെച്ചാലും. പരിശുദ്ധമേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം അധ്യായം 12 തിരുവചനം 50. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നതയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള വൈദികരെ, ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ ആദ്യം ശ്രവിച്ച ആ വചനം ഒരിക്കൽ കൂടി ഓർക്കാം. എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അത് നിവർത്തിയാവുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത് അതികഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് കൈവരിക്കുവാനിരിക്കുന്ന മാനവ രക്ഷയാണ്. മനുഷ്യൻ്റെ രക്ഷയാണ് യേശുവിൻ്റെ മുൻപിലെ ഗോൾ, ലക്ഷ്യം. അതിനുവേണ്ടി അവിടുന്ന് ഏൽക്കേണ്ടി വരുന്ന പീഡകൾ എന്ന് പറയുന്നത് അതികഠോരമാണ്. എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അത് സ്വീകരിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു എന്ന ഈശോയുടെ വാക്ക്. ആ അസ്വസ്ഥത നിറഞ്ഞ ആ ആത്മാവിനെ അതിൻ്റെ ആഴങ്ങളിൽ വീണ്ടും നാം കണ്ടുമുട്ടുക എവിടെയാണ്? പൂങ്കാവനത്തിലാണ്. പൂങ്കാവനത്തിൽ നെടുവീർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മിശിഹായുടെ രൂപം നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയും ചിലപ്പോഴെങ്കിലും ചിത്രങ്ങളിലൂടെ ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നെടുവീർപ്പും വേദനയും കൊണ്ട് ചോര പൊടിയുന്ന ഈശോ, രക്തത്തുള്ളികൾ നിലത്ത് വീഴുന്ന ഈശോ. വാസ്തവത്തിൽ എനിക്ക് ഈ രക്തത്തുള്ളി വീഴുന്നത് ആരംഭകാലത്ത് ബൈബിൾ വായിക്കുമ്പോൾ അത്ര മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു നാളിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ്, അന്ന് പോട്ടയാശ്രമത്തിൽ ശനിയാഴ്ചകളിൽ ഏകദേശം 30,000 ആളുകൾ വരുമായിരുന്നു ഈ ഡേ ടു ഡേ ശുശ്രൂഷയ്ക്ക്. അതിലൊരു നാളിൽ, ഞാൻ അച്ഛൻ്റെ പേരൊന്നും ഇപ്പോഴും പറയുന്നില്ല, ഒരു നാളിൽ എനിക്ക് പരിചയമുള്ള ഒരു വൈദികൻ അവിടെ പ്രസംഗിക്കാൻ വന്നു. എനിക്ക് അടുത്ത് പരിചയമുള്ളൊരു വൈദികനാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ടവലുണ്ട്. ഞാനത് ഇതുവരെയും പുറത്താരുടെക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പിന്നീട് പറഞ്ഞിട്ടുമില്ല, കാരണം അദ്ദേഹം കളയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചതാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ
അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രോമകൂപത്തിലൂടെ രക്തം മുഖത്തും, അത് ജനമാരും പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. കാരണം ഈ നമുക്കറിയാമല്ലോ, ഒരു വലിയ സ്റ്റേജിൽ പ്രസംഗകൻ നിൽക്കുന്നത് ദൂരത്താണ്, ആരും തന്നെ കാണണമെന്നുമില്ല, ശരിക്കും മനസ്സിലാക്കണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ ചോര പൊടിഞ്ഞൊരവസ്ഥ. അന്ന് അച്ഛൻ ഇറങ്ങിയ ശേഷം പിന്നീട് എന്നോട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു, അന്ന് എൻ്റെ ആത്മാവ് അത്രത്തോളം ഈ വചനത്തിൻ്റെയും കുദാശയെയും കുറിച്ചുള്ള, ജനത്തെയും കുറിച്ചുള്ള ചിന്തയിൽ സംഘർഷപൂരിതമായിരുന്നു. പ്രസംഗത്തെക്കുറിച്ച് ഒരുങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ പീഡകളായിരുന്നു ശരീരത്തിൽ. കാരണം ആ പീഡകൾ ഉറപ്പാണ് ജനത്തിൻ്റെ മേൽ അഭിഷേക തൈലമാണ്. പ്രസംഗകൻ അൾത്താരയിൽ നിന്ന് ആന്തരിക പീഡകളേൽക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചന ശ്രോതാക്കളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിശക്തമാണെന്നും അവിടെ സൗഖ്യവും ശാന്തിയും എല്ലാം കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിതൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ചോര ചിന്തുന്ന, മുറിച്ച് ചിന്തുന്ന ജീവിതമാണെന്ന് തമ്പുരാൻ തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കുകയാണ്. വാസ്തവത്തിൽ ഈശോ പറയുന്നു, എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അത് സ്വീകരിക്കുവോളം ഞാൻ അസ്വസ്ഥനാണ്. തുടർന്ന് സുവിശേഷത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ ആവർത്തിക്കുന്നു, എനിക്കൊരു മാമോദീസ മുങ്ങുവാണ്ടെന്ന് പറഞ്ഞ ഈശോ തൻ്റെ പീഡകളെക്കുറിച്ച് പല പ്രാവശ്യം പ്രവചിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അവിടുന്ന് പറയും, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, കാത്തിരിക്കുന്നത് പീഡകളാണ്, മരണമാണ് എന്നൊക്കെ പറയുന്ന ഈശോ ഇത്രത്തോളം കഠിന പീഡകളെ മുന്നിൽ കണ്ടിട്ടും അത്രയധികമായി ആനന്ദത്തോടെ അവിടുന്ന് ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ആഘോഷമാണ് വാസ്തവത്തിൽ ഓശാന ഞായറാഴ്ച. അതെല്ലാം കഴിഞ്ഞ് ഗാഗുൽത്തായിലും പിലാത്തോസിൻ്റെ അങ്കണത്തിലും ഗാഗുൽത്തായിലും ഒക്കെ നിൽക്കുന്ന ഈശോ, അതിൻ്റെ എല്ലാം പാരമ്യത്തിന് തുടക്കം കുറിക്കുന്നത് സഹിയോൻ ശാലയിൽ. ഒരു വിധത്തിൽ പറഞ്ഞാൽ സഹിയോൻ ശാലയിൽ അവിടുന്ന് അപ്പം എടുത്തിട്ട് മുറിക്കുകയാണ്, മുറിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം വാങ്ങി കുടിക്കുവിൻ. ദൈവജനമേ, പുരോഹിത ഗണമേ, മുറിക്കപ്പെടുവാൻ, ചിന്തപ്പെടുവാൻ വിളിക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ട് അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു, നിത്യപുരോഹിതൻ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നമ്മൾ പുരോഹിതര് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കുഞ്ഞാടുകളാണ്. എങ്കിൽ രോമം കത്രിക്കും, എങ്കിൽ മുറിവേൽക്കും, എങ്കിൽ മുറിക്കപ്പെടണം, എങ്കിൽ തകർക്കപ്പെടണം, എങ്കിൽ ഉയർപ്പിക്കപ്പെടണം. അപ്പോഴാണ് പൂർത്തിയാവുക. മാക്സിമിലിയൻ കോൾബയുടെ കഥ നമ്മൾ എത്രയോ വട്ടം പഠിച്ചു. അദ്ദേഹം 1941 ഫെബ്രുവരി 17 അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ഹിറ്റ്ലറുടെ പട്ടാളം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ആ സമയത്തും ആ കാലഘട്ടത്തിലൊക്കെ കോൾബയെ അടുക്കൽ പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയവും ധ്യാനാത്മകവുമാണ്. അതിപ്രകാരമായിരുന്നു, അവർക്ക് നമ്മുടെ ആത്മാവിനെ കൊല്ലാൻ ആകില്ല. ഇത് ഈശോ തന്നെ പറയുന്ന വചനം കൂടിയാണ്. ശരീരത്തെ കൊല്ലാൻ കഴിയുന്ന ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഈശോ. അവർക്ക് നമ്മുടെ ആത്മാവിനെ കൊല്ലാൻ ആകില്ല. ക്രിസ്തുവിന് വേണ്ടി ഇനിയും കൂടുതൽ സഹിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കോൾബി എന്ന പുരോഹിതൻ പറയുന്നതാണ്, ക്രിസ്തുവിന് വേണ്ടി ഇനിയും കൂടുതൽ സഹിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്. ആ സ്നാനം സ്വീകരിക്കുവാൻ ഞാൻ ജെറുസലേത്തേക്ക് പോകുന്നു. ജെറുസലേത്തിൽ എന്നിട്ട് ആ സ്നാനം ഏറ്റുവാങ്ങി പിതാവിനെ ആരാധിക്കുന്ന പുത്രൻ കോൾബി പറയുന്നു, ക്രിസ്തുവിന് വേണ്ടി ഇനിയും കൂടുതൽ സഹിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആ കോൾബിയുടെ ജീവിതത്തിൻ്റെ അന്ത്യയാത്രയുടെ നിമിഷങ്ങൾ ഓർത്ത് നോക്കൂ. അവസാനം ഹിറ്റ്ലറുടെ നാസി പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടിയ 3 പേരെ തൂക്കിൽ ഏറ്റാൻ വിധിക്കുന്ന പട്ടാള കോടതിയും പട്ടാളക്കാരും. അതിലൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ കഥ നമ്മൾ എത്രയോ പ്രാവശ്യം ധ്യാനിച്ചു. അയവിറക്കുക അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. എന്താ സംഭവിക്കുന്നത്? ആ മനുഷ്യൻ അത് കേൾക്കുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളെയും ഓർത്ത് വിതുമ്പി പൊട്ടിക്കരയുന്ന മനുഷ്യൻ, ആ ഭർത്താവും അപ്പനും ഇപ്രകാരം വിളിച്ചു പറയുന്നു, എൻ്റെ ഭാര്യ, എൻ്റെ ദരിദ്രരായ മക്കൾ, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും?
എൻ്റെ ഭാര്യ, എൻ്റെ ദരിദ്രരായ മക്കൾ, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? ഈ കരച്ചിൽ കോൾബയുടെ കാതിൽ പതിച്ചപ്പോൾ കോൾബ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. അയാൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. അവൻ്റെ സ്ഥാനം ഞാൻ എടുത്തുകൊള്ളാം. അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട്. പട്ടാള കോടതിയോട് കോൾബെ പറയുന്നതാണ്, മാക്സിമിലിയൻ കോൾബെ എന്ന പുരോഹിതൻ. സഹോദരങ്ങളെ, തുടർന്ന് എന്താ സംഭവിച്ചെന്ന് നമുക്കൊക്കെ അറിയാം. 1941 ഓഗസ്റ്റ് 14 പട്ടാളക്കാർ വിഷദ്രാവം കുത്തിവെച്ച് കോൾബയെ കൊന്നു. കോൾബെ എന്ന പുരോഹിതനെ അവർക്ക് ശരീരത്തിൽ കൊല്ലാൻ പറ്റിയെങ്കിൽ കോൾബെ എന്ന പുരോഹിതൻ്റെ ആത്മാവിനെ അവർക്ക് സ്പർശിക്കാൻ പറ്റിയില്ല. അതിൻ്റെ വ്യക്തവും കൃത്യവുമായ തെളിവാണല്ലോ ജോൺ പോൾ II മാർപ്പാപ്പ 1982 ഒക്ടോബർ 10 കോൾബയെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. കോൾബ ജീവിക്കുക ലോകത്തെല്ലായിടത്തും, ലോകത്ത് സകല ഹൃദയങ്ങളിലും മനുഷ്യൻ്റെ വിശ്വാസികളുടെ പങ്കാളിയായി, വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനായി. ഇതാണ് പൗരോഹിത്യം. മറ്റുള്ളവരുടെ നൊമ്പരപ്പാടുകളിൽ തൈലം പുരട്ടുന്ന ജീവിതം, മുറിച്ച് ചിന്തുന്ന ജീവിതം. യേശു അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അങ്ങനെ മുറിച്ച് നൽകിയ തമ്പുരാൻ്റെ മുറിപ്പാടുകളെ കണ്ടിട്ട് ആ മുറിപ്പാടുകൾ മഹത്വം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചിട്ട് മുറിപ്പാടുകളിൽ തൈലം പുരട്ടാനായി ഇറങ്ങിത്തിരിച്ചവരാണ് പുരോഹിതരായ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ വിശ്രമവും നമ്മുടെ സുഖവും നമ്മുടെ നേട്ടവും നമ്മുടെ വിജയവും ഒന്നും അല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്. അത് സ്വീകരിക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാണെന്ന് പറഞ്ഞ ഈശോയുടെ ദിവ്യസ്വരം നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ചിലതെല്ലാം ഇവിടെ പൂർത്തിയാക്കുവാനുണ്ട്, ചിലതെല്ലാം ഇവിടെ ചെയ്തു തീർക്കുവാനുണ്ട്, ചിലതെല്ലാം ഇവിടെ പറഞ്ഞു തീർക്കുവാനുണ്ട്. അതുകൊണ്ട് വിശ്രമിക്കുവാൻ എനിക്ക് സമയമില്ല. നമ്മൾ വായിക്കാറുണ്ടല്ലോ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഗ്രീൻ, ബട്ട് ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന വളരെ പ്രസിദ്ധമായ ആ ചൊല്ല്, ആ കവിതയുടെ ഭാഗങ്ങൾ. അതായത് കാനനം സുന്ദരമാണ്, മനോഹരമാണ്, അത് കണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല, എനിക്കിനിയും ബഹുദൂരം സഞ്ചരിക്കാനുണ്ട്, എനിക്കൊരു സ്നാനം പൂർത്തിയാക്കുവാനുണ്ട്. പ്രിയ പുരോഹിതരെ, നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മുടെ മനസ്സുകളിൽ നിറയേണ്ട ചിന്തയാണ്, എനിക്കൊരു സ്നാനം പൂർത്തിയാക്കുവാനുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, എനിക്ക് ദൈവജനത്തിന് വേണ്ടി ഇനിയും ചിലതെല്ലാം പറഞ്ഞു തീർക്കുവാനുണ്ട്, ചെയ്തു തീർക്കുവാനുണ്ട്, മുന്നേറുവാനുണ്ട്. ആ ജനത്തിന് വേണ്ടി നാം നൊമ്പരപ്പെടുമ്പോൾ ഒരുപക്ഷെ പരസ്യമായി നാം അധികം പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ, ജനത്തിനു വേണ്ടി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ജനത്തിൻ്റെ മുറിപ്പാടിയിൽ തൈലം പുരട്ടുന്ന അഭിഷേക തൈലമായി മാറുകയാണ്. ഈ ജനത്തിന് വേണ്ടി ഒരു പുരോഹിതൻ നിരന്തരം മധ്യസ്ഥം വഹിക്കണം. അത് തന്നെ വലിയ വേദനയാണ്. ഈശോ വിരിച്ച കൈകളിലാണ് ലോകത്തെ വീണ്ടെടുത്തത്. അപ്പോൾ വിരിച്ച കൈകൾക്ക് വിലയുണ്ട്. ദൈവസന്നിധിയിൽ ജനത്തിന് വേണ്ടി, ഇടവക മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ധ്യാനിപ്പിച്ചൊരു അച്ഛൻ പറഞ്ഞ കാര്യം. അദ്ദേഹം ജീവിതത്തിൽ ആ ഇടവകയിൽ, താൻ പോകുന്ന ഇടവകളിലെല്ലാം ഒട്ടനവധി നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങളൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ഇടവകയുടെ സമുദ്ധാരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ 2 കൈകളും വിരിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. 2 കൈകളും വിരിച്ച് മുട്ടുകുത്തി നിന്ന് ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിലേറെ വേഗത്തിൽ ഇടവകയുടെ പുരോഗതി, സമസ്ത മേഖലയിലുള്ള പുരോഗതി കൈവരിക്കാൻ പറ്റി. ഇടവകയുടെ ആത്മീയ പുരോഗതി, ഇടവകയുടെ ഭൗതിക പുരോഗതി കൈവരിക്കാൻ പറ്റി. പ്രിയപ്പെട്ട സഹോദര വൈദികരെ, നമുക്കോർക്കാം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ദൈവജനത്തിന് വേണ്ടി മുറിച്ച് ചിന്തുവാനാണ്. പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ, പ്രഘോഷണത്തിലൂടെ, സ്നേഹത്തിലൂടെ, അങ്ങനെ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം. ഞാനിവിടെ ഓർക്കുക, എൻ്റെ ക്ലാസ്മേറ്റായ, നമുക്കൊക്കെ വളരെ ഇപ്പോൾ സുപരിചിതനുമായ ഡേവിസ് ചെർമേലച്ചൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അദ്ദേഹം വളരെ സാഹസികമായ വിധത്തിൽ തൻ്റെ 2 ബ്രക്കയിൽ ഒന്ന് ഗോപിനാഥന് ദാനം ചെയ്ത പുരോഹിതനാണ്. ഞങ്ങളൊക്കെ 6-7 വർഷക്കാലം ഒന്നിച്ചിരുന്ന് സെമിനാരിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ധീരതയും വിശ്വാസ ദൃഢതയും വാസ്തവത്തിൽ എത്രയോ വലുത് എന്ന് ഞാനിപ്പോൾ ആലോചിച്ച് പോവുകയാണ്. കർത്താവിൻ്റെ അദ്ദേഹം പറയുന്നൊരു വാക്യം ഇതാണ്. ഈ ഡേവിസ് ചെർമേലച്ചൻ പറഞ്ഞൊരു വാക്യവും ഞാൻ ഓർക്കുക. 1 ബ്രക്ക ദാനമായി നൽകുവാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്, ഒപ്പം ഒട്ടേറെ പേർക്ക് പ്രചോദനമാകുവാനും.
മറ്റുള്ളവർക്ക് നിങ്ങൾ ഭക്ഷിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം കുർബാന ഭക്ഷിക്കുവിൻ. CNIയുടെ വിശുദ്ധ കാതറീൻ പറയുന്നൊരു വാക്കാണ്. ഞാനിത് രണ്ടും കൂടി ഒന്നിച്ച് വായിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഡേവിസ് അച്ഛൻ പറഞ്ഞു, ഒരു വൃക്ക ദാനമായി നൽകുവാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്, ഒപ്പം ഒട്ടേറെ പേർക്ക് അങ്ങനെയുള്ള പ്രചോദനം പകരുവാനുമാണ്. അപ്പോൾ വിശുദ്ധ കാതറീൻ പറയുന്നു എന്ത്? മറ്റുള്ളവർക്ക് നിങ്ങൾ ഭക്ഷിക്കപ്പെടുവാൻ വേണ്ടി, അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ എടുത്തു തിന്നാൻ, എടുത്തു കുടിക്കാൻ വേണ്ടി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം എടുത്ത് ഭക്ഷിക്കുകയും എടുത്തു കുടിക്കുകയും ചെയ്യണം. ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന പുരോഹിതൻ്റെ ജീവിത വിളി നിയോഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വിശപ്പിനും ദാഹത്തിനും ഉത്തരമാവുക എന്നുള്ളതാണ്. ഞാൻ ഈ വിശപ്പ് ദാഹം എന്ന് പറയുമ്പോൾ വെറും ശാരീരികമായ ഒരു വിശപ്പിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യാത്മാവ് ഇന്ന് പലതരത്തിൽ വിശന്നും ദാഹിച്ചും പൊരിയുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശാരീരികമായ വിശപ്പിനേക്കാൾ ദാഹത്തേക്കാൾ എത്രയോ മനുഷ്യാത്മാക്കൾ, എത്രയോ മനുഷ്യ മനസ്സുകൾ ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്നു, പൊട്ടിത്തകർന്നു കിടക്കുന്നു, വിണ്ടുകീറി കിടക്കുന്നു, വരണ്ടുണങ്ങി കിടക്കുന്നു. ആ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് ആശ്വാസത്തിൻ്റെ തൈലം പുരട്ടുക. ഈശോ മിശിഹാ പറഞ്ഞില്ലേ, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ ബലിയായി തീരുവാൻ സമയമായി എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. ആ കർത്താവിൻ്റെ വചനം റോമാലേഖനത്തിൽ ഇപ്രകാരം ശ്ലീഹ വീണ്ടും പറയും, ക്രിസ്തു നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മെ രക്ഷിച്ചു. എങ്കിൽ ക്രിസ്തുവിൻ്റെ പുരോഹിതൻ എന്ന നിലയ്ക്ക് നാം സമസ്ത ലോകത്തിനും സകല ജനങ്ങൾക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കണം, ജീവിതം നമ്മൾ തിരിച്ചുവിടണം. ഡേവിസ് അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുക, അതായത് ഈ പറയുന്ന വാക്കുകളെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. എന്താണ്? അദ്ദേഹം ലേക്ക് ഷോർ ആശുപത്രിയിൽ തൻ്റെ വൃക്ക ഗോപിനാഥിന് കൊടുക്കുവാനായിട്ട് കിടക്കുമ്പോൾ ഡേവിസ് അച്ഛനറിയാം, ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് രൂപതയിലെ പുരോഹിതര്, കന്യാസ്ത്രീകളെ, ഇടവക ജനങ്ങളെല്ലാം അച്ഛന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അച്ഛൻ കൂടുതൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അച്ഛൻ അതുകൊണ്ട് എന്തു ചെയ്തു? ലേക്ക് ഷോർ ആശുപത്രിയിൽ ഗോപിനാഥിന് തൻ്റെ വൃക്ക എടുത്തു കൊടുക്കാൻ വേണ്ടി, ഓപ്പറേഷന് വേണ്ടി കാത്തു കിടക്കുമ്പോൾ ആ രാത്രിയിൽ അച്ഛൻ പറയുന്നൊരു വാക്യം ഇതാണ്. ശസ്ത്രക്രിയാ സമയത്ത് പോലും അച്ഛൻ പറയുകയാണ്, ശസ്ത്രക്രിയാ സമയത്ത് എനിക്കായി പ്രാർത്ഥനകൾ ഉയർന്നപ്പോൾ ഉറക്കമില്ലാത്ത തലേന്നാൾ എൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ വൃക്ക സ്വീകരിക്കുന്ന ഗോപിനാഥൻ്റെ ജീവന് ഒരു തടസ്സവും ഉണ്ടാകരുതേ എന്നായിരുന്നു. തൻ്റെ കുറിച്ചല്ല അച്ഛൻ ചിന്തിച്ചത്, പ്രാർത്ഥിച്ചതെന്ന് അച്ഛൻ വ്യക്തമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണിത്. ഗോപിനാഥൻ്റെ ജീവന് ദൈവമേ ഒരു തടസ്സമുണ്ടാകരുതേ എന്നായിരുന്നു. വാക്കുകളല്ല, പ്രവൃത്തിയാണ് പ്രധാനമെന്നതിനാലാണ് ഈ ദാനത്തിന് ഞാൻ മുതിർന്നത്. ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, പുരോഹിതൻ്റെ വിശ്വസ്തത, അതാണ് 2010 പൗരോഹിത്യ വർഷത്തിലെ പരിശുദ്ധ പിതാവിൻ്റെ ആപ്തവാക്യം. ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, പുരോഹിതൻ്റെ വിശ്വസ്തത. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഗോപിനാഥന്, തൻ്റെ സുഹൃത്തിന്, താൻ വൃക്കദാനം ചെയ്യുന്ന ആ പാവപ്പെട്ട കുടുംബനാഥന് ഒന്നും സംഭവിക്കില്ലേ കർത്താവേ എന്ന് മനോമുകുരങ്ങളിൽ ഉറക്കമില്ലാത്ത ആ രാത്രിയിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. പൗരോഹിത്യ ജീവിതം അതാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു സുഹൃത്ത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഡേവിസ് അച്ഛൻ ചെയ്തതും പറഞ്ഞതുമായ കാര്യമാണ്. പ്രിയപ്പെട്ട പുരോഹിതരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതം ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് കത്തിത്തീരുന്നതാകട്ടെ, എരിഞ്ഞടങ്ങുന്നതാകട്ടെ, സൗരഭ്യം പരത്തുന്നതാകട്ടെ, അല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം? മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ ആനന്ദവും ആശ്വാസവും പകരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജീവിതം വളരെ ഷോർട്ടാണ്. അത് പെട്ടെന്ന് തീർന്നു പോകും. പിന്നെയൊന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഹ്രസ്വമായ സമയം ഈശോയുടെ വചനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ബലിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മുറിക്കുവാനും ചിന്തുവാനും ഞങ്ങളെ പ്രാപ്തമാക്കണമേ. ഞങ്ങളുടെ സ്വാഭാവിക മനുഷ്യൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ സ്വാർത്ഥ മനുഷ്യൻ ഞങ്ങളെ ഒരിക്കലും അതിന് പ്രേരിപ്പിക്കുന്നില്ല. ദൈവമേ, ഞങ്ങളിലെ ജഡിക മനുഷ്യൻ അതിനെ അനുവദിക്കുന്നില്ല. പച്ചയായ മാംസം ഞങ്ങൾക്ക് വിലങ്ങായി നിൽക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധമായ ആത്മാവിനെ വീണ്ടും വീണ്ടും ഞങ്ങളിലേക്ക് അയക്കണമേ. വിശ്വാസത്തിൻ്റെ പൊരുളനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ, ചിന്തപ്പെടുവാൻ, അവരുടെ മുറിപ്പാടുകൾ തൈലം പുരട്ടുവാൻ വീണ്ടും വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 26-ാം വചനത്തിലെ പ്രത്യേകമായ ഒരു വചനം ഇതാണ്: ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? പൗരോഹിത്യ സഹനമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് മഹത്വം പകരുന്നതാണെങ്കിൽ നാളെ പുരോഹിതന്റെ ജീവിതത്തിൽ നിത്യത പകരുന്ന സഹനമാണ്. ഈശോ വെളിപാട് പുസ്തകത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, അവിടുത്തെ നാമത്തെ പ്രതി അവിടുത്തെ വ്യക്തിത്വത്തിൽ ചെയ്യുന്ന ഓരോ സൽകൃത്യങ്ങൾക്കും അവിടുന്ന് പ്രതിഫലം നൽകും. ഈ ആലയത്തിൻ്റെ മഹത്വം പൂർവ്വമഹത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കും വരാനിരിക്കുന്ന മഹത്വം. നമ്മുടെ ജീവിതം ഈ മണ്ണിൽ മാക്സിമം 10-100 വർഷമായിരിക്കും. അതിൽ കൂടുതലൊന്നും അങ്ങ് പ്രതീക്ഷിക്കാൻ വക തരുന്നില്ല ലോകം. എങ്കിൽ ഈ 100 വർഷത്തെ മുന്നിൽ കാണാതെ നിത്യതയുടെ ആ വർഷത്തെ മുന്നിൽ കണ്ടാൽ ജീവിതം എത്രയോ ധന്യമായി. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. ഈ ആലയം നിങ്ങൾ തകർക്കാൻ വിട്ടുകൊടുത്തു, തകർത്തു, അവിടുന്ന് പുനരുദ്ധരിച്ചു, അവിടുന്ന് നിത്യം വാഴുന്നു. എങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലെ സഹന കൂരമ്പുകളെ ഓർത്ത് നാം ദുഃഖിക്കേണ്ട കാര്യമില്ല. പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം കുരിശിൽ കിടക്കുന്ന ജീവിതമാണ്. എനിക്കതിനപ്പുറത്തേക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ക്രിസ്തുവിനേക്കാൾ മെച്ചമൊന്നുമല്ലല്ലോ ക്രിസ്തുവിൻ്റെ പുരോഹിതര്. ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കാലിത്തൊഴുത്തി കിടന്ന ജീവിതമല്ലേ? അതൊരു സഹന ജീവിതമായിരുന്നില്ലേ? ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വഴിയോരത്ത് കടന്നുറങ്ങിയ ജീവിതമായിരുന്നില്ലേ? അതൊരു തെരുവ് ജീവിതമായിരുന്നില്ലേ? ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കടൽപ്പുറത്ത് കടന്ന ജീവിതമായിരുന്നില്ലേ? അതൊരു സുരക്ഷിതത്വമില്ലാത്ത ജീവിതമായിരുന്നില്ലേ? ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വള്ളത്തിൽ തലവെച്ച് കിടന്ന ജീവിതമായിരുന്നില്ലേ? അതൊരു പരിവരുത്ത ജീവിതം ആയിരുന്നില്ലേ? ക്രിസ്തുവിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് പാറപ്പുറമായിരുന്നില്ലേ? പാറപ്പുറത്തും മലയുടെ മുകളിലും ഒക്കെ ഇരുന്നല്ലേ അവൻ പ്രസംഗിച്ചതും പ്രഘോഷിച്ചതും പഠിപ്പിച്ചതും. അതെന്തൊരു ജീവിതമായിരുന്നു! ക്രിസ്തുവിൻ്റെ കിടക്ക എന്ന് പറയുന്നത്, ബലിവേദി എന്ന് പറയുന്നത് മരക്കുരിശായിരുന്നില്ലേ? അതെന്തൊരു ജീവിതമായിരുന്നു! അവൻ്റെ കയ്യിൽ പഠിപ്പിച്ചത് പച്ചയാണികളായിരുന്നില്ലേ? അതിനപ്പുറം പുരോഹിതന് എന്ത് അവകാശപ്പെടാൻ? വാസ്തവത്തിൽ പുരോഹിതർക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പോലും എന്ത് അവകാശപ്പെടാൻ? അതല്ലേ തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ പുരോഹിത ജീവിതത്തിൽ പീഡനവും നിന്ദനവും അവഹേളനവും എല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. എനിക്ക് പ്രഷർ കൂടും, എനിക്ക് ഷുഗർ കൂടും, എനിക്ക് കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയൊന്നും ഓർത്ത് ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താൽ ദൈവം അവയെല്ലാം അനുഗ്രഹമാക്കി മാറ്റിക്കൊള്ളും. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവാൻ സാധ്യമല്ല. ലൂക്കാസ് സുവിശേഷം 14-ാം അധ്യായം 33-ാം വചനമാണത്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എൻ്റെ ശിഷ്യനാവാൻ സാധ്യമല്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ലൂക്കാസ് സുവിശേഷം 14:27 വചനം. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വചനത്തിൽ കർത്താവിൻ്റെ സുന്ദരമായ വാഗ്ദാനങ്ങളാണ് പുരോഹിതർക്ക്. സത്യത്തിൽ പുരോഹിതര് ബൈബിൾ വായിക്കുന്നവർ മാത്രമല്ല, ബൈബിൾ പഠിക്കുന്നവർ കൂടിയാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നാം മുന്നേറുമ്പോൾ 10-15 വർഷക്കാലം ഏകദേശം നമ്മൾ പഠിത്തത്തിന് മാറ്റിവെക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമാണല്ലോ നമ്മൾ പുരോഹിതരാകുന്നത്. പിന്നെ എന്തിന് ഈ നൊമ്പരപ്പാടുകൾ വരുമ്പോൾ വെപ്രാളം പിടിക്കുന്നു, വേവലാതി പിടിക്കുന്നു? ഈ തെറ്റിദ്ധാരണകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ എന്തിന് നമ്മൾ വിഷമിക്കുന്നു? അവൻ മരിച്ചുയർത്തു, അവൻ പരിശുദ്ധ കുർബാനയിൽ വാഴുന്നു. ഈ പുരോഹിതന്റെ സഹനത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുന്നിലാണ്. പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ സഹന പീഡകളുമായിട്ട് കടന്നു എന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, അവൻ കൈ നീട്ടിത്തരും, ഇങ്ങ് തന്നേക്ക്, ഇവിടെ വെച്ച് തന്നു. ഈ മുറിപ്പാടുകളിൽ നിങ്ങൾ ഫാദർ പിയോയുടെയും അതുപോലെ സഭയുടെ വിശുദ്ധരുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നേ.
അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന്, കൊച്ചുറേസ്യയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവൻ നമ്മുടെ കരങ്ങളിലേക്ക് വെച്ചു തരുന്ന സഹനം നമ്മൾ തിരിച്ചു വെച്ചു കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭാരമായി മാറുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ആ സഹന പാടുകളെ, ആ നൊമ്പരങ്ങളെ, പൗരോഹിത്യ സഹനത്തെ, പൗരോഹിത്യ ജീവിതത്തിലെ സംഘർഷത്തെ, പൗരോഹിത്യ ജീവിതത്തിലെ സോ കോൾഡ് ടെൻഷനെ, പൗരോഹിത്യ ജീവിതത്തിലെ ഏകാന്തതയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കരങ്ങളിൽ ശേഖരിച്ചു വെക്കുന്നത് എന്തും അവൻ അത്ഭുതമാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും, കൃപയുടെ നീർച്ചാൽ പ്രഭാകമാക്കി മാറ്റും. എങ്കിൽ പ്രിയപ്പെട്ട പുരോഹിതരെ, നമ്മൾ എന്തിനു വിഷമിക്കുന്നു? നമ്മൾ എന്തിനു വേദനിക്കുന്നു? ഞാൻ ഓർക്കുക, ഒരച്ഛൻ വനാന്തരത്തിലൂടെ നടന്നു പോയപ്പോൾ കരടി വന്ന കഥ. കരടി വരുന്നത് കണ്ടിട്ട് നേരം വെളുപ്പിന് കുർബാന ചെല്ലാൻ പോയതാണ്, പന്തവും കത്തിച്ച് പിടിച്ചുകൊണ്ട്. അദ്ദേഹം പോകുമ്പോൾ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ അനങ്ങുന്നത് കേട്ടു. അദ്ദേഹം പോകുന്ന വഴിക്ക് ഈ കരടി വരുമ്പോൾ തിരിഞ്ഞോടുകയാണ്. എത്രത്തോളം ഓടാനാണ്, ഓടിയാൽ എവിടെ രക്ഷപ്പെടാനാണ്? അവസാനം അദ്ദേഹം കതച്ച് നിലത്ത് വീഴുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ആരോ അദ്ദേഹത്തോട് പറയുന്നൊരു സ്വരം അദ്ദേഹം കേൾക്കുകയാണ്, നിന്റെ കൊടയെന്തിനാ? അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നത് പഴയ ഒരു വളയംകാലം കൊടയാണ്, മരക്കാലം കൊട, കുതിരയെല്ലാം പോയി കിടന്നൊരു കൊട. അദ്ദേഹം ഈ കൊടയെടുത്ത് അടിക്കാനുള്ള ഒരു ഉൾസന്ദേശം കിട്ടിയിട്ട് കരടി ഏറ്റവും അടുത്ത് വരുമ്പോൾ അദ്ദേഹം ഒരു കൊടയ്ക്കൊരു കരടി അടിച്ചാൽ എന്ത് സംഭവിക്കും? ബുദ്ധിയോട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ കൊടയെ അദ്ദേഹം എടുത്ത് ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങുമ്പോൾ ആ കൊട താനേ വിടർന്നു. കാരണം കുതിര പഴയതായിരുന്നല്ലോ. ഈ കൊട വിടർന്നിങ്ങനെ നിന്നപ്പോൾ കരടി വിചാരിച്ചു, ഇത് എന്നിൽ ഏതോ വലിയൊരു ജീവിയാണ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. ആ അച്ഛനെ പിടിക്കാനായിട്ട് ഓടി വന്ന കരടി അതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ പുറകോട്ട് തിരിഞ്ഞോടി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷവും പ്രതിസന്ധിയും പ്രശ്നവും സഹനവും എന്നൊക്കെ പറയുന്നത് ഇതുപോലെ കുതിരയില്ലാത്ത ഒരു വളയംകാലം കൊടയ്ക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ അവൻ്റെ ഉൾസന്ദേശം ഉൾത്തടത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ അവസാനിപ്പിക്കാവുന്ന പ്രതിസന്ധിയെ നമുക്കുള്ളൂ നമ്മൾ തിരിച്ചറിയണം. അത് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവനിതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നതല്ലേ. ദൈവമേ, അവിടുത്തെ പുരോഹിതരായ ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളും തിരുസന്നിധിയിൽ ഒന്നു ചേർന്നിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ ജീവിതത്തിൻ്റെ പാതകളെ ഞങ്ങൾ പിൻചെല്ലട്ടെ. ഞങ്ങൾക്ക് വേണ്ടി സഹിയോൻ ശാലയിൽ അപ്പമെടുത്ത് മുറിച്ച ഈശോയെ, അത് ഗാഗുൽത്താമലയിലെ കുരിശിൽ സമ്പൂർണ്ണമാക്കിയവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളൊക്കെയും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കുവാനും ചിന്തപ്പെടുവാനുമുള്ളതാണല്ലോ. ആ മുറിപ്പാട്, മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ചിന്തുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് ഏറ്റുവാങ്ങുവാൻ മനുഷ്യരെന്ന നിലയ്ക്ക് സ്വാഭാവികമായി ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ദൈവമേ, അതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ്, യോർദാൻ നദിയിൽ നിന്നിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, താബോർ മലയിൽ നിന്നിൽ നിറഞ്ഞു നിന്ന ആ ദിവ്യ ചൈതന്യം കർത്താവെ ഞങ്ങളുടെ ഗാഗുൽത്താ മലയിൽ ഞങ്ങളിൽ നിറയട്ടെ. അങ്ങനെ കുരിശ് ഞങ്ങൾക്ക് അനായാസമായി മാറട്ടെ. അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗം പ്രാപ്തമാകട്ടെ. ദൈവമായ കർത്താവെ, നിനക്ക് എന്നെന്നും സ്തുതി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൻ്റെ കരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സഹകരണ ജീവിതത്തിൽ നീ നൽകുന്ന ആശ്വാസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നീ അതിലൂടെ ഞങ്ങൾക്ക് നേടിത്തരുവാൻ പോകുന്ന മഹത്വത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480
2708097. Email mail.divinetv@gmail.com. Website www.drcm.org.